ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസ്റ്റിൽ ആർക്കിൻ്റെ എപ്പിസോഡ് 17 ആയിട്ടാണ്. അപ്പോൾ എൻ്റെ മുന്നത്തെ എപ്പിസോഡും കണ്ടില്ല, പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കനോവേനെയാണ്. അവൾ പറയുകയാണ്, എൻ്റെ വിരലുകളുടെ നുറുങ്ങ് പോലും ഞാൻ ശക്തി നൽകുന്നില്ലെങ്കിൽ എൻ്റെ ശരീരം ഉടനടി കുലുങ്ങാൻ തുടങ്ങും. ഞാൻ തോൽക്കില്ല ഈ അപ്പർ മൂണിൻ്റെ മുന്നിൽ. ഈ കോപം കാരണം എനിക്കിവിടെ നിൽക്കാൻ സാധിക്കും. ഇത് വളരെ ശക്തമാണ്. എൻ്റെ കോപം എൻ്റെ ശരീരത്തിൽ കത്തുന്നതായി എനിക്ക് തോന്നുന്നു. ഞാൻ ഇതുവരെ തോൽപ്പിച്ചതിൽ വെച്ച് നോക്കുമ്പോൾ ഇവൻ ഏറ്റവും ശക്തനാണ്. എനിക്ക് വളരെ അസ്വസ്ഥത തോന്നുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് തല കറങ്ങുന്നത്. എനിക്കാകെ വെറുപ്പ് പിടിക്കുന്നു. എൻ്റെ ശരീരം തന്നെ ഞാൻ കീറി പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തോടെ അവളുടെ സോഡ് എടുത്തിട്ട് പോവുകയാണ്. എന്നിട്ട് അവൾ ഡോമനെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. ഫ്ലവർ ബ്രീത്തിങ് ഫോർത്ത് ഫോം യൂസ് ചെയ്തിട്ട് അവൾ ചാടി വന്ന് ഡോമനെ നല്ല ഫാസ്റ്റ് തന്നെ ഇങ്ങനെ കിഡിനെ അറ്റാക്ക് കൊടുക്കുകയാണ്. പക്ഷേ ഡോമയ്ക്കൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഡോമ അപ്പം തന്നെ അവളുടെ അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഡോമ പറയുകയാണ്, എത്ര നൈസായിട്ടാണ് നീ ഫൈറ്റ് ചെയ്യുന്നത്, ഇനി എൻ്റെ ഊഴമാണ്. ഡോമ അവൻ്റെ ഫാൻ യൂസ് ചെയ്തിട്ട് അവൻ്റെ ഫസ്റ്റ് ബ്ലഡ് ഡീമൺ ടെക്നിക്ക് യൂസ് ചെയ്യാണ്. അവൻ്റെ ഫാൻ റൊട്ടേറ്റ് ചെയ്തിട്ട് സ്നോഫാൾ ഇന്നെ വിൽട്ടേഡ് ഗാർഡൻ യൂസ് ചെയ്തിട്ട് അപ്പം തന്നെ ഡോമയുടെ അറ്റാക്കിൽ നിന്ന് അതുപോലെ തന്നെ പ്രിവെൻറ്റ് ചെയ്തിട്ട് കാനോ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. ഫ്ലവർ ബ്രീത്തിങ് സെക്കൻഡ് ഫോം പ്ലംബിരിറ്റ് യൂസ് ചെയ്തിട്ട് കറങ്ങി വന്ന് ഡോമേൻ്റെ ബ്ലഡ് ഡീമൺ ടെക്നിക്സിനെ പ്രിവെൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് കണ്ടതും ഡോമയായി ഷോക്കായി പോവാണ്. ഇപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡോമ പറയാണ്, എന്ത്, എൻ്റെ എല്ലാ അറ്റാക്കിൽ നിന്ന് കഷ്ടിച്ചാണ് അവൾ ഒഴിഞ്ഞു മാറുന്നത്. അവൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്. അവളുടെ കണ്ണാണ് അവളുടെ പ്രത്യേകത. അവൾക്ക് വേഗം മനസ്സിലാകുന്നുണ്ട്. അവൾക്ക് എൻ്റെ ചെറിയ ചലനം പോലും കാണുന്നുണ്ട്. ഞാൻ എടുക്കേണ്ടത് അവളുടെ കണ്ണാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫാൻ യൂസ് ചെയ്തിട്ട് കാനോൻ്റെ കണ്ണിന് നേരെ വീശിയാണ്. അപ്പോൾ തന്നെ അവൾ നേരെ തല കുനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണ് പോയില്ല. നല്ല കിടിലിന് അറ്റാക്ക് തന്നെ ചെയ്യുന്നത്. ഫ്ലവർ ബ്രീത്തിങ് സിക്സ്ത് ഫോം യൂസ് ചെയ്തിട്ട് അവൾ നടന്ന് നൈസായിട്ട് തന്നെ സ്കൂട്ടാവുകയാണ്. അന്നേരം തന്നെ ബാളെടുത്ത് ഡോമയുടെ കഴുത്തിന് വാങ്ങിയെങ്കിലും ഡോമയ്ക്ക് കഴുത്തിനൊന്നും കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. ഡോമ നൈസായിട്ട് തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. എന്നിട്ട് ഡോമ പറയാണ്, ഇതൊരു വസന്തമായി എനിക്ക് തോന്നുന്നു. നീ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. ബ്ലഡ് ഡീമൺ ടെക്നിക് ഫ്രോസൺ ക്ലൗഡ് വെച്ചിട്ട് കാനനെ അറ്റാക്ക് ചെയ്യാണ് ഡോമ. അതായത് നമ്മുടെ ഫ്രോസൺ ക്ലൗഡ്സ് തന്നെ, ആ ക്ലൗഡ്സിൻ്റെ പവർ കൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ല് പോലും നമ്മുടെ കനോവയ്ക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മൂക്കും പൊത്തി സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. അത്രയ്ക്കും പവർഫുൾ ആയിരുന്നു അറ്റാക്ക്. ഈ ഒരു അറ്റാക്കാണ് ഷിനോബിന് നേരെ ഡോമ യൂസ് ചെയ്തത്. ഇവള് മാറുന്നിട്ട് അവൻ അടുത്ത അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. ബ്ലഡ് ഡീമൺ ടെക്നിക് വൈൻ ലോട്ടസ് യൂസ് ചെയ്തിട്ട് ഡോമ കനോവയ്ക്ക് നേരെ അടുത്ത അറ്റാക്ക് കൊടുക്കുകയാണ്. ഇതും കൂടെ കിട്ടിയതും കനോവ ആകെ ടയർഡായി പോവുകയാണ്. പക്ഷേ അവൾ മാക്സിമം ആ ലോട്ടസിനൊക്കെ കട്ട് ചെയ്ത് വിടുന്നുണ്ട്. അവൾ ചാടി നേരെ താഴോട്ട് പോവുകയാണ്. അന്നപ്പാണ് അവൻ അടുത്ത അറ്റാക്ക് കൊടുക്കുന്നത്. ബ്ലഡ് ഡീമൺ ടെക്നിക്കിൻ്റെ അടുത്ത ഫോമായിട്ടുള്ള വൈറ്റ് ബ്ലിസാർഡ് പ്രിൻസസിനെ യൂസ് ചെയ്യുകയാണ്. ഇതൊക്കെ കണ്ട് കനാവ ഇത് എന്തെന്നാടാ എന്ന് ചോദിക്കുകയാണ്. അത്രയ്ക്കും പവർഫുൾ അറ്റാക്കാണ് ഡോമ കൊടുക്കുന്നത്. ഈ വന്ന രണ്ട് പ്രിൻസസുകൾ നേരെ ഒരു ചെറിയ ബ്രീത്ത് കൊടുക്കുകയാണ് പുറമേക്ക്. അതുകൊണ്ട് തന്നെ ആ എഫക്റ്റ് എന്ന് പറയുന്നത് അത്രയും അപകടമായിരുന്നു. അവൾ നിന്ന് ആ വുഡിൻ്റെ ബ്രിഡ്ജില്ലേ അതുവരെ ഫ്രീസായി പോവുകയാണ്. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ക്രിസ്റ്റലുകളാണ് അതിൽ നിന്ന് പുറത്ത് വരുന്നത്. അത് അവൾ മാറുന്നതനുസരിച്ച് അവളുടെ നേരെ തന്നെ വരികയാണ്. ഒരുപാടെണ്ണം അവളുടെ നേരത്ത് കുത്തി കയറുകയാണ്. അവൾക്ക് ഒരുപാട് പരിക്കും പറ്റുന്നുണ്ട്. ഇവൻ്റെ എല്ലാ അറ്റാക്കിനെയും പ്രിവെൻറ്റ് ചെയ്തിട്ട് കനാവ അത്രയും സ്മാർട്ടായിട്ട് നിൽക്കുകയാണ്. വീണ്ടും വീണ്ടും ക്രിസ്റ്റൽസ് അവളുടെ നേരെ വരികയാണ്. അവിടെ നിന്ന് സ്ലൈഡ് ചെയ്തിട്ട് അവിടെ നിന്ന് മാറുകയാണ്. എന്നിട്ട് അവളുടെ സോഡും പിടിച്ചിരിക്കുകയാണ്. അവൾക്കാണ് അവരുടെ സോഡ് പിടിക്കാൻ പോലും മര്യാദയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് അറ്റാക്കുകളാണ് ഡോമ കൊടുക്കുന്നത്. എന്നിട്ട് ഡോമ പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണം, എന്നാലേ നിങ്ങൾക്ക് എൻ്റെ കഴുത്ത് വെട്ടാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് പറക്കുകയാണ്. എന്നാൽ അവൾ ചോദിക്കുകയാണ്, ഇവൻ പോയോ? അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഡോമ അവളുടെ പുറകെ തന്നെ നിൽക്കുന്നത്. അവൻ വെറുതെ പോയതല്ല, കനോവൻ്റെ സോഡും കൊണ്ടാണ് പോയത്. അതായത് അവളുടെ കൈമുള്ള സോഡ് അടിച്ചു മാറ്റി ഡോമ പുറകിൽ നിൽക്കുകയാണ്. കനോവ നോക്കുകയാണ്, അവളുടെ കൈമിൽ അവിടെ സോഡ് കാണുന്നില്ല. ഇനി ഞാൻ എങ്ങനെ ഫൈറ്റ് ചെയ്യും? എന്നപ്പോൾ ഡോമ പറയാണ്, നോക്ക് നിങ്ങൾ ഈ ബാൾ മുറുകെ പിടിച്ചില്ല, ഞാൻ ഇവിടെയുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരാം, എൻ്റെ കയ്യിൽ നിന്ന് ഈ സോഡ് നിങ്ങൾക്ക് എടുക്കാം എന്ന് പറഞ്ഞ് ഡോമ ആ സോഡ് പിടിച്ചിട്ട് അവിടെ നിലത്ത് കുത്തി അവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ്. നീ ഇങ്ങോട്ട് വാ, നീ എൻ്റെ അടുത്തേക്ക് വാ, നിനക്ക് ഈ സോഡ് ഞാൻ തരാമെന്ന് ഡോമ പറയാണ്. പിന്നെ ഡോമ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അവൻ്റെ അടുത്ത ബ്ലഡ് ഡീമൺ ടെക്നിക്ക് അവനവിടെ യൂസ് ചെയ്യാണ്, സ്ക്രാറ്റഡ് ലോട്ടസ് യൂസ് ചെയ്തിട്ട്. ആ ഒരു പവർ എന്ന് പറയുന്നത് അത്രയും ചെറിയ ചെറിയ ലോട്ടസ് ക്രിസ്റ്റലായിട്ട് അവളുടെ നേർക്ക് വരികയാണ്. അവൾക്കാണെങ്കിൽ സോഡും ഇല്ല, അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവളുടെ കണ്ണിന് ക്ലോസ് ആയിട്ടാണ് അത് വരുന്നത്. അത്രയ്ക്കും പവർഫുൾ ആയിരുന്നത്. അവളങ്ങനെ ഭയന്ന് നിൽക്കുകയാണ്. അങ്ങനെ അവൾ എന്ത് ചെയ്യണം, ഞാനിനി എങ്ങനെ നോക്കും, അതിനെ കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാകുമെന്ന് പറഞ്ഞിട്ട് അവൾ നിൽക്കുകയാണ്. അപ്പോഴാണ് മുകളിലത്തെ സീലിംഗ് ആരോ പഞ്ച് ചെയ്ത് പുറത്തിരുന്നത്. അത് വേറെ ആയിരുന്നില്ല, നമ്മുടെ ഇനോസിക്കയായിരുന്നു. ഇനോസിക്ക ചാടി വീഴുകയാണ്. ഇനോസിക്ക പറയാണ്, ഹായ് എനിക്കൊരു ഡീമനെ കിട്ടിയെന്ന് പറഞ്ഞ് മാസമായിട്ട് നിൽക്കുകയാണ്. ഇനോസിക്ക ചാടി വരികയാണ്. അപ്പോൾ കനവ വരികയാണ്, ഈ ചെറുക്കനെ ഇവിടെ ഇങ്ങനെ വന്നു നോക്കുകയാണ്. ആ രണ്ടര ഷോക്കായി പോവുകയാണ്. ഡോമയും കനോവയും ഒക്കെ തന്നെ. ഇവൻ ചാടി വന്നിട്ട് ബീസ്റ്റ് ബ്രീത്തിങ് യൂസ് ചെയ്യുകയാണ്. ബീസ്റ്റ് ബ്രീത്തിങ്ങിൻ്റെ ഫിഫ്ത്ത് ഫോം യൂസ് ചെയ്ത് ഡോമയ്ക്ക് നേരെ ചാടി നിൽക്കുകയാണ്. എന്നിട്ട് ഇനോസിക്ക പറയാണ്, ഹായ് എനിക്ക് ഫൈറ്റുള്ള നേരമായി എന്ന് പറയുകയാണ്. ഇനോസിക്ക സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇനോസിക്കയുടെ ഈ എൻട്രിയോട് കൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നത്? ഡോമയും ഇനോസിക്കയും തമ്മിലുള്ള ഫൈറ്റാണ് കാണാൻ പോകുന്നത്. അതോ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുവരെ ടാറ്റാ.